നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി 4 പുതിയ സൈറ്റ് സീയിങ് സർവീസുകൾ ആരംഭിച്ച KSRTC. സർവീസ് ആരംഭിച്ചിട്ടുള്ളത് മൂന്നാർ ഡിപ്പോയിൽ നിന്ന്. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു. തൊടുപുഴയിൽ പട്ടാപ്പകൽ നടുറോഡിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പോലീസ് പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് തൊടുപുഴയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശി നസീബ്. പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി നസീബ് എത്തിയ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസ് കുറ്റക്കാർക്ക് സംരക്ഷണ കവചം ഒരുക്കുകയാണെന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ CPM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകാത്തത്. മുൻ ഏരിയ സെക്രട്ടറി VR സജിയെ കേസിൽ പ്രതി ചേർക്കണമെന്നും ജെബി മേത്തർ. രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ആശുപത്രിയിൽ OP പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ. നിലവിൽ ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുമില്ലാത്ത അവസ്ഥ. വിശദമായ വാർത്തകൾ. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി 4 പുതിയ സൈറ്റ് സീയിങ് സർവീസുകൾ ആരംഭിച്ച KSRTC. മൂന്നാർ ഡിപ്പോയിൽ നിന്നുമാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ സർവീസുകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കി KSRTC സൈറ്റ് സീയിങ് സർവീസുകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഈ സർവീസുകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനൊപ്പമാണ് 4 പുതിയ സൈറ്റ് സീയിങ് സർവീസുകൾ കൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 8:45 മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വട്ടവട, രാവിലെ 10 മൂന്നാർ സൈലന്റ് വാലി ദേവികുളം ലക്ഷ്മി എസ്റ്റേറ്റ്, രാവിലെ 9:30 മൂന്നാർ സൂര്യനെല്ലി, ഉച്ചയ്ക്ക് 1 മണിക്ക് മൂന്നാർ മാങ്കുളം ആനക്കുളം എന്നിങ്ങനെയാണ് പുതിയ സർവീസുകൾ തുടങ്ങിയിട്ടുള്ളത്. ഓരോ റൂട്ടിലുമുള്ള വിവിധ വിനോദസഞ്ചാര പോയിന്റുകൾ ബസ്സിലെത്തി സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് മാങ്കുളം ആനക്കുളമാണ്. അത് ആനയെ കാണാൻ പോകുന്നതിന് വേണ്ടിയും ഡബിൾ ഡെക്കറിൽ ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് വരുന്നവർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് മാട്ടുപ്പെട്ടി കുണ്ടള ടോപ്പ് സ്റ്റേഷൻ വട്ടവട കോവിലൂർ, ഒന്ന് സൂര്യനെല്ലി, ഒന്ന് ആനക്കുളം, പിന്നെ ഒന്ന് ഗ്യാപ്പ് റോഡ് വഴി ചതുരംഗപ്പാറ. എല്ലാം നല്ല പ്രതികരണമാണ്. ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 സർവീസ് പോയി, ഇന്നലെ 2 സർവീസ് പോയി. കുഴപ്പമില്ല. ഇനിയിപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് ആളുകളുടെ കുറവുണ്ട്. പരീക്ഷ കഴിയുമ്പോൾ ആളുകൾ നല്ല രീതിയിൽ വരും. നല്ല പ്രതികരണമാണ്. എന്തായാലും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ച പോലെ തന്നെ പരിപാടി എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി മൂന്നാറിൽ കൂടുതൽ സൈറ്റ് സീയിങ് സർവീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പുതിയ സർവീസുകൾ തുടങ്ങിയതോടെ സഞ്ചാരികൾക്ക് കുറഞ്ഞ ചിലവിൽ മൂന്നാറിന്റെ കാഴ്ചകൾ കൂടുതൽ കണ്ട് ആസ്വദിക്കാൻ അവസരമൊരുങ്ങി. മൂന്നാറിലെത്തിച്ച ഡബിൾ ഡെക്കർ ബസ് ഇതിനോടകം സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പദ്ധതി വിജയകരമായതോടെ KSRTC കൂടുതൽ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. തൊടുപുഴയിൽ പട്ടാപ്പകൽ നടുറോഡിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പോലീസ് പിടിയിൽ. തൊടുപുഴയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശി നസീബാണ് പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി നസീബ് എത്തിയ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ തൊടുപുഴയിലാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ നസീബ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സ്കൂട്ടർ തടഞ്ഞു നിർത്തിയായിരുന്നു പീഡന ശ്രമം. സുഹൃത്തിനെ ബസ് കയറ്റി വിട്ട ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു വിദ്യാർത്ഥിനി. ഈ സമയത്താണ് നസീബിന്റെ ആക്രമണമുണ്ടായത്. വിദ്യാർത്ഥിനിയെ പിന്തുടർന്നെത്തിയ നസീബ് തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് വെച്ച് വാഹനം തടഞ്ഞ ശേഷം പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാരെത്തിയെങ്കിലും ഇയാൾ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയതെന്ന് തൊടുപുഴ SI NK റോയ് പറഞ്ഞു. സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തി ദേഹത്തെന്തോ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം പോലീസ് കേസെടുത്തു. 4 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ പ്രതിനെ നമുക്ക് ഇടകെട്ടി ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുകയാണ്. പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി നസീബ് എത്തിയ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമണം തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻപ് ഏതെങ്കിലും കേസിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് കുറ്റക്കാർക്ക് സംരക്ഷണ കവചം ഒരുക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP.
ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ CPM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകാത്തത്. മുൻ ഏരിയ സെക്രട്ടറി VR സജിയെ കേസിൽ പ്രതി ചേർക്കണമെന്നും സാബുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ജെബി മേത്തർ പറഞ്ഞു. സജിയെ ഇതുവരെയും പ്രതി ചേർക്കാത്തത് എന്നുള്ളത് മനസ്സിലാവുന്ന വ്യക്തമായി ആ ഫോൺ സന്ദേശങ്ങളിലുള്ള ആ റെക്കോർഡിങ്ങിലൊക്കെ ആ പാവപ്പെട്ട ഒരു സാധു ആ മനുഷ്യനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ചെയ്യാത്ത കുറ്റത്തിന് പണം അധ്വാനിച്ചുണ്ടാക്കിയ ആളെ തിരിഞ്ഞു കൊത്തുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ ആക്രമണത്തെ നേരിടാൻ പോലും കഴിയാതെയാണ് ആ ജീവൻ പൊലിഞ്ഞത്. അത്രയും ആ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരായവർ ഇപ്പോഴും ഇവിടെ കൂടി നടക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകം തന്നെയാണ്. ഇത് തീർച്ചയായും ഇതൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ പറയുന്ന മുൻ CPM ലോക്കൽ സെക്രട്ടറിയെ പ്രതി ചേർക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇതല്ലെങ്കിൽ ഞങ്ങൾ സമരങ്ങൾ കടുപ്പിക്കുക തന്നെ ചെയ്യും. മനസാക്ഷി എന്നുള്ളത് ഉണ്ടെങ്കിൽ ആ കുടുംബത്തോട് ആ നീതി ലഭിക്കണമെങ്കിൽ ആ കുടുംബത്തിന്റെ എല്ലാം വെളിച്ചമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ പോലും ആ കുടുംബത്തിന് ഒരു നീതി ലഭ്യമാകണമെങ്കിൽ ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് പോലീസിന്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു ഇത്തരത്തിലുള്ള സംരക്ഷണ കവചം ഒരുക്കുന്നത് പോലീസ് അവസാനിപ്പിക്കണം. മൂന്നാറിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ 21 ലക്ഷത്തിലധികം രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയതോടെ മൂന്നാർ ടൗണിൽ നിന്നും നിയമവിരുദ്ധമായി സർവീസ് നടത്തിയിരുന്ന പല ടാക്സി വാഹനങ്ങളും അപ്രത്യക്ഷമായി. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ മൂന്നാറിൽ കരിങ്കൊടി പ്രതിഷേധം നടന്നതിന് പിന്നാലെയായിരുന്നു മൂന്നാർ മേഖലയിൽ നിരത്തുകളിൽ വാഹന പരിശോധന കർശനമാക്കാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയത്. മന്ത്രിയുടെ നിർദ്ദേശാനുസരണവും ടാക്സി മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ 21 ലക്ഷത്തിലധികം രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത്. ഓട്ടോ ടാക്സി വാഹനങ്ങൾ മാത്രമല്ല, മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും മറ്റു വാഹനങ്ങളുമെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയതോടെ മൂന്നാർ ടൗണിൽ നിന്നും നിയമവിരുദ്ധമായി സർവീസ് നടത്തിയിരുന്ന പല ടാക്സി വാഹനങ്ങളും അപ്രത്യക്ഷമായി. ഇൻഷുറൻസ്, ടാക്സ് എന്നിവ അടയ്ക്കാത്തവർ, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർ, അമിതമായി യാത്രക്കാരെ കയറ്റുന്നത് തുടങ്ങി വിവിധ നിയമലംഘനങ്ങൾക്കാണ് പിഴ ഈടാക്കുന്നത്. അതേസമയം മോട്ടോർ വാഹന വകുപ്പ് അന്യായമായി പരിശോധന നടത്തി ദ്രോഹിക്കുന്നുവെന്ന പരാതിയാണ് ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾക്കുള്ളത്. തട്ടേക്കണ്ണി ചെറിയാങ്കുന്നേൽ മോഹനനെ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടേക്കണ്ണി വലിയകുന്നത്ത് ഡെൽഫിന്റെ വീട്ടുമുറ്റത്താണ് തിങ്കളാഴ്ച രാവിലെ മോഹനന്റെ മൃതദേഹം കാണപ്പെട്ടത്. മോഹനന്റെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഡെൽഫിനെ തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഡെൽഫിനും മോഹനനും ഒരുമിച്ച് ഡെൽഫിന്റെ വീട്ടിൽ മദ്യപിച്ചിരിക്കെ പ്രകോപിതനായ ഡെൽഫിൻ മോഹനനെ മർദ്ദിച്ച് മുറ്റത്ത് തള്ളിയിട്ട ശേഷം കതകടച്ചു കിടന്നു. പുലർച്ചെ മോഹനൻ വീട്ടുമുറ്റത്ത് ചലനമറ്റ് കിടക്കുന്നത് കണ്ട ഡെൽഫിന്റെ ഭാര്യ അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും മോഹനന്റെ മകനും ചേർന്ന് നീരിമംഗലം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡെൽഫിനെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഡെൽഫിൻ സ്ഥിരം അക്രമകാരിയാണെന്നും ഇയാൾ കൊല്ലുമെന്ന് ഭയന്നാണ് ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാത്തതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇയാളുടെ വീട്ടിൽ നിന്നും ശബ്ദം കേട്ട് അന്വേഷിക്കാൻ ചെന്നാൽ പിറ്റേന്ന് അവരുടെ വീട്ടിൽ വെട്ടുകത്തിയുമായി കയറിച്ചെന്ന് വധഭീഷണി മുഴക്കാറുണ്ട്. ഇതോടെ ഡെൽഫിന്റെ വീട്ടിൽ നിന്നും എത്ര വലിയ ബഹളം കേട്ടാലും അയൽക്കാർ ശ്രദ്ധിക്കാതായി. നിരവധി അയൽവാസികൾ ഇയാളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം കരിമണൽ പോലീസ് ഇൻസ്പെക്ടർ KS സുരേഷ് കുമാർ, SIമാരായ രാജേഷ്, ജോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇടുക്കി കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. പാതിവില തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളന്തേശം ബ്ലോക്കുകളിലെ ആളുകളുടെ പ്രതിഷേധ സംഗമം തൊടുപുഴയിൽ നടന്നു. തട്ടിപ്പിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ 350-ലേറെ ആളുകളാണ് പങ്കെടുത്തത്.
സംസ്ഥാനമൊട്ടാകെ തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണൻ സ്വന്തം നാടായ തൊടുപുഴയിലാണ് ആദ്യം തട്ടിപ്പ് തുടങ്ങിയത്. അനന്തുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശമായ കുടയത്തൂർ അടക്കമുള്ള പഞ്ചായത്തുകളിലെ ഒട്ടേറെ ആളുകൾ ഇയാളുടെ തട്ടിപ്പിനിരയായി. തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളിലുള്ളവരുടെ സംഗമമാണ് തൊടുപുഴയിൽ നടന്നത്. തൊടുപുഴയ്ക്ക് സമീപമുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തൊടുപുഴ നഗരസഭയിൽ നിന്നുമായി 360 പേർ സംഗമത്തിൽ പങ്കെടുത്തു. തട്ടിപ്പിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ഇരകൾക്ക് നീതി ലഭ്യമാക്കുക, തട്ടിപ്പ് പണം കണ്ടെത്തി നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുക, രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയിട്ടുള്ള തുകകൾ പ്രസിദ്ധപ്പെടുത്തുക, സർക്കാർ മൗനം വെടിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം. ആയിരക്കണക്കിന് വനിതകൾ ഉൾപ്പെടുന്ന ഈ സംഘടനകൾ ഉണ്ടായിട്ടും അവരുടെ എല്ലാ സംഘടനയിലെ അംഗങ്ങളായ വനിതകൾ ഇവിടെ കബളിപ്പിക്കപ്പെട്ടിട്ടും അതിനെതിരെ ഒരു പ്രക്ഷോഭം നടത്തുവാനോ ഗവൺമെന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒന്നും കടന്നു വരാത്തത് ഇതിൽ ഉന്നതർക്കുള്ള പങ്കാണ്. പാവപ്പെട്ട ആളുകളുടെ പണം തട്ടിയെടുത്തതിന് ശേഷം അതിന്റെ വിഹിതം സംഭാവനകളായോ കൈക്കൂലിയായോ വാങ്ങിയതിന് ശേഷം ആ പണം ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ, പാവപ്പെട്ട സ്ത്രീകളെ ഈ രീതിയിൽ അവഗണിക്കുന്നത് ഒരിക്കലും നല്ലതായ ഒരു ശീലമല്ല. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ, അതായത് അഴിമതിയുടെ കറ പുരളാത്ത അല്ലെങ്കിൽ അഴിമതിയിലേക്ക് നോക്കാത്ത സത്യസന്ധരായ രാഷ്ട്രീയത്തിലെ നേതാക്കൾ, എല്ലാ കക്ഷിയിലെയും പ്രത്യേകിച്ച് LDF-ലെയും UDF-ലെയും NDA-യിലും ഒക്കെ നേതാക്കന്മാർ കടന്നു വന്ന് ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവർക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തട്ടിയെടുത്ത പണം തിരികെ കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു നിലപാടെടുക്കണമെന്ന് മാത്രമാണ് ഈ പ്രതിഷേധ സമരം കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. തട്ടിപ്പിന് ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റ്, പാൻ കാർഡ് ഉപയോഗിച്ച് നടത്തിയ പണമിടപാടുകൾ എന്നിവ പരിശോധിച്ചാൽ പ്രതിയായ അനന്തു കൃഷ്ണൻ ആർക്കൊക്കെ പണം നൽകിയെന്ന് കണ്ടെത്താം. ഇതിലൂടെ പണം സ്വീകരിച്ചവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സാധിക്കും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ അന്വേഷണം ഇഴയുന്നത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉന്നതരെ രക്ഷിക്കുന്നതിനാണെന്നാണ് ആക്ഷൻ കൗൺസിൽ ആരോപണം. തൊടുപുഴയിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് സമരം ശക്തമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. കുമളി സ്പ്രിംഗ് വാലിക്ക് സമീപം വാഹനാപകടം. ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന 2 വിദേശികൾക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പരാതിയുണ്ട്. സ്പെയിൻ സ്വദേശികളായ അലക്സാൻഡ്ര, ജോസഫി ഗ്രേഡിയ എന്നിവർക്കും കാർ ഡ്രൈവർ എറണാകുളം കുമ്പളങ്ങി നടുവിലപ്പറമ്പിൽ അനൂപിനുമാണ് പരിക്കേറ്റത്. കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പരാതി ഉയർന്നു. ഇതോടെ ഡ്രൈവർ ആലപ്പുഴ കലവൂർ കണ്ടത്തിൽ വിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ 2 വിദേശ വനിതകളുടെയും കാലൊടിഞ്ഞു. കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഇവരെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ആലഞ്ചേരി ഭാഗത്ത് അജ്ഞാത ജീവി വളർത്തുനായയെ ആക്രമിച്ചു. പീടികയിൽ ജോസിന്റെ നായയെയാണ് അജ്ഞാത ജീവി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലർച്ചെയായിരുന്നു സംഭവം. വീടിന്റെ വരാന്തയിൽ കിടന്ന നായയുടെ കരച്ചിൽ കേട്ട വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ടിൽ അജ്ഞാത ജീവി നായയെ വലിച്ചുകൊണ്ടുപോകുന്നത് കണ്ടു. തുടർന്ന് വീട്ടുകാർ ബഹളം വെച്ചതോടെ നായയെ ഉപേക്ഷിച്ച അജ്ഞാത ജീവി ഓടിമറയുകയായിരുന്നു. വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് എരുമേലി റേഞ്ചിൽപ്പെട്ട മൗണ്ട് സെക്ഷനിലെ ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നായയെ ആക്രമിച്ചത് പുലിയാകാമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു. 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 15 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാനാണ് നഗരസഭയുടെ തീരുമാനം. കട്ടപ്പന നഗരത്തിലെ ജനത്തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നാണ് പഴയ ബസ് സ്റ്റാൻഡ്. എന്നാൽ സ്റ്റാൻഡിൽ രൂപപ്പെട്ട ഭീമൻ ഗർത്തങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നു. ഇതേ തുടർന്നാണ് നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വകയിരുത്തി നവീകരണ പ്രവർത്തനം നടത്തുന്നത്. കട്ടപ്പന നഗരസഭയിലെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. 2024-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 10 ലക്ഷം രൂപ മുടക്കിയാണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടായ താമസം കൊണ്ടാണ് പണി അല്പം വൈകിപ്പോയത്. സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയാക്കി പഴയ സ്റ്റാൻഡിൻ്റെ മെയിൻ്റനൻസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പണി പൂർത്തിയാക്കി 15 ദിവസം കൊണ്ട് സ്റ്റാൻഡും സ്റ്റാൻഡിൽ കൂടിയുള്ള റോഡും തുറന്നു കൊടുക്കാനായിട്ടാണ് തീരുമാനം. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുണ്ടായ കാലതാമസമാണ് നിർമ്മാണ പ്രവർത്തനം വൈകാൻ കാരണം. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി 15 ദിവസത്തിനകം പഴയ ബസ് സ്റ്റാൻഡും സ്റ്റാൻഡിലൂടെയുള്ള പാതയും തുറന്നു നൽകാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പഴയ ബസ് സ്റ്റാൻഡിലെ ഗർത്തങ്ങൾ മൂടുന്നതോടെ നാളുകളായുള്ള യാത്രക്കാരുടെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്.
സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം ഇടുക്കി ADM ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ, പുനരുപയോഗത്തിലൂടെ എന്നീ മുദ്രാവാക്യമുയർത്തി കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും രാജാക്കാടാണ് നടന്നത്. ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി പതാക ഉയർത്തിയതിനെ തുടർന്ന് പ്രതിനിധി സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരാജ് എറണാകുളം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ഇടുക്കി ADM ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അഭിനന്ദനം അർഹിക്കുന്ന ജോലിയാണ് സ്ക്രാപ്പ് മർച്ചന്റ്സ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ എന്നുള്ളത്, അങ്ങനെ ഒരു ഇഷ്ടമുള്ളത്, ഒരു താല്പര്യമുള്ള ആ കുടുംബത്തിന്റെ ഒരു മഹാസംഗമമാണ് ഇവിടെ നടക്കുമ്പോൾ. അതൊരു ഹൃദയത്തിന്റെ സ്വരമാണ്, ഹൃദയത്തിന്റെ ഐക്യതയാണ് എന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അതിൽ ഭാഗവാക്കാകാൻ അവസരം ലഭിച്ചത് ഞങ്ങളുടെ സന്തോഷം. രണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്ന വർക്ക് ശരിക്കും കേൾക്കാവോ? കൂടെയൊക്കെ കറക്റ്റാണ് ചെയ്യുന്ന വർക്ക്. ഞാൻ വിചാരിക്കുന്നു ഈ പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും ഉദാത്തമായ വർക്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും അഭിനന്ദനീയമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ഈ സ്ക്രാപ്പ് മർച്ചന്റ്സ് ചെയ്യുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. രാജാക്കാട് സബ് ഇൻസ്പെക്ടർ KLCB ബോധവൽക്കരണ സെമിനാർ നയിച്ചു. ജില്ലാ സെക്രട്ടറി രാജേഷ് P. വർഗീസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂത്തക്ക പട്ടാമ്പി, ജോയിന്റ് സെക്രട്ടറി MC ബാവ, ബാബു തൃശൂർ, റഹീം ആലപ്പുഴ, റഷീദ് കാലടി, ബാവ കട്ടക്കയം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 17 അംഗ ജില്ലാ കമ്മിറ്റിയെയും 4 അംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. കട്ടപ്പന നഗരത്തിലൂടെയുള്ള പ്രധാന റോഡുകളിൽ സീബ്ര ക്രോസ് ലൈനുകൾ വരച്ചു. കാലപ്പഴക്കത്താൽ ഇവ മാഞ്ഞുപോയതോടെ നിരവധി കാൽനട യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായിരുന്നത്. വാർഷിക മെയിൻ്റനൻസിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് സീബ്ര ലൈനുകളും സുരക്ഷാ ലൈനുകളും വരച്ചത്. വാഹനത്തിരക്കേറിയ കട്ടപ്പന നഗരത്തിലെ പ്രധാന റോഡുകളിലെ സീബ്ര ലൈനുകൾ മാഞ്ഞിട്ട് നാളുകൾ പിന്നിട്ടിരുന്നു. പ്രധാന ജംഗ്ഷനുകളായ സെൻട്രൽ ജംഗ്ഷൻ, ഇടുക്കി കവല, ഇടശ്ശേരി ജംഗ്ഷൻ, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം സീബ്ര ലൈനുകൾ പൂർണ്ണമായി മാഞ്ഞിരുന്നു. ഇത് സ്കൂൾ കുട്ടികളടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. പല ജംഗ്ഷനുകളിലും ഹോം ഗാർഡുകൾ കാൽനട യാത്രക്കാർക്ക് റോഡുകൾ മുറിച്ചു കടക്കുന്നതിന് സഹായകരമാകുമെങ്കിലും ഹോം ഗാർഡുകളുടെ സേവനമില്ലാത്ത സ്ഥലങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് പൊതുജനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നത്. തിരക്കുള്ള റോഡുകളിൽ മിനിറ്റുകളോളം നിന്നെങ്കിൽ മാത്രമേ റോഡ് മുറിച്ചു കടക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത് മാധ്യമങ്ങളിൽ വാർത്തയാകുകയും ചെയ്തു. തുടർന്നാണ് നഗരസഭാ അധികാരികൾ പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയത്. കട്ടപ്പന ടൗണിലെ ട്രാഫിക് സിഗ്നലുകൾ കാലപ്പഴക്കം കൊണ്ട് മാഞ്ഞുപോയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വാർത്താ മാധ്യമങ്ങളിലെല്ലാം, ചാനലുകളിലെല്ലാം വാർത്തകൾ വന്നതാണ്. കട്ടപ്പന നഗരസഭയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടപ്പോൾ തന്നെ സെക്രട്ടറിയെ കൊണ്ട് PWDക്ക് കത്ത് കൊടുക്കുകയും PWDയുടെ വാർഷിക മെയിൻ്റനൻസിൽപ്പെടുത്തി അവർ ഉടൻ തന്നെ കട്ടപ്പന ടൗണിലെ മുഴുവൻ ട്രാഫിക് സിഗ്നലുകളും വരച്ച് വൃത്തിയാക്കുകയും ചെയ്യുകയുണ്ടായി. ഇത് സ്കൂളുകൾക്കും അതുപോലെ തന്നെ കട്ടപ്പന ടൗണിൻ്റെ പല ഭാഗത്തുമുള്ള സീബ്ര ലൈനുകൾ എല്ലാം പുനഃക്രമീകരിച്ചതോടുകൂടി ആളുകൾക്ക് വലിയ ഉപകാരപ്രദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വാർഷിക മെയിൻ്റനൻസിൽ ഉൾപ്പെടുത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് നഗരത്തിലെ പൊതുവഴികളിൽ മാഞ്ഞുപോയ സീബ്ര ലൈനുകളും പാതയുടെ ഇരുവശത്തുമുള്ള ലൈനുകളും വരച്ചത്. ഇതോടെ കാൽനട യാത്രക്കാർക്ക് ഇനി സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനാകും. ഒരാഴ്ചയായി 2 കുടുംബങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കട്ടപ്പന കടമാക്കുഴി 12 ഏക്കർ കടൂപ്പറമ്പിൽ സുനിലിന്റെ വീട്ടുവളപ്പിലായിരുന്നു 5.5 അടിയോളം നീളമുള്ള മൂർഖൻ താവളമടിച്ചിരുന്നത്. കട്ടപ്പനയിൽ നിന്നും പാമ്പുപിടുത്ത വിദഗ്ധൻ ഷുക്കൂർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. വീടിന്റെ സമീപത്ത് ഒരാഴ്ചയായി പാമ്പിനെ കാണുന്നുണ്ടായിരുന്നു. ഇതോടെ സംഭവം കട്ടപ്പന സ്വദേശിയായ പാമ്പുപിടുത്ത വിദഗ്ധനെ അറിയിക്കുകയായിരുന്നു. ഇദ്ദേഹം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയതെന്ന് സ്ഥല ഉടമ പറഞ്ഞു. ഈ പാമ്പിനെ ഒരാഴ്ച മുമ്പാണ് ഇതിനെ കണ്ടത്. ഇവിടെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പം ശുക്രേരനെ വിളിച്ചിട്ട് നമ്പർ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ വന്നു. ഇന്നാ പിടിക്കാൻ പറ്റിയത്. ഇപ്പോഴും നടക്കുന്ന വഴിയായിരുന്നു. നമ്മളൊരു ഭീഷണിയായിരുന്നു അത്. എന്തായാലും പിടിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായി. പാമ്പ് പുറത്തിറങ്ങി വീടിനുള്ളിൽ കയറുമോ എന്ന ഭീതിയിലായിരുന്നു വീട്ടുകാർ. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിൽ
എത്തിച്ച് കൈമാറുമെന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ ഷുക്കൂർ പറഞ്ഞു. ഇതിന് ഏകദേശം ഒരു 5.5 അടിയോളം നീളമുണ്ട്. സാമാന്യം ഭേദപ്പെട്ട ഒരു മുഴുത്ത മൂർഖനാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ കൊഴുപ്പേറി നിൽക്കുന്നൊരു ഇണ കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇണ കാണാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരെണ്ണമായിട്ട് അങ്ങനെ വന്ന് നിൽക്കുകയില്ല. കുറച്ചുകൂടെ ഇവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിലുള്ള പാസേജൊക്കെ ഒന്ന് മാറ്റിയിടുക. രാത്രി കാലങ്ങളിൽ ഗംബൂട്ടിട്ട് ധരിക്കുക. ഈ പാമ്പിനെ കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഗംബൂട്ട് ധരിക്കുക. പിന്നെ പാമ്പ് വരാതിരിക്കാനുള്ള ധാരാളം റിപ്പല്ലൻറ്റുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് കഴിയുന്നത് ഉപയോഗിക്കുക. റിപ്പല്ലൻറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പാമ്പിനെ കൊല്ലുകയല്ല ചെയ്യുന്നത്, പാമ്പ് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. പിന്നെ മാസത്തിലൊരിക്കലെങ്കിലും വീടിന് ചുറ്റും ഒന്ന് മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക. ഇത്യാദി കാര്യങ്ങൾ ചെയ്താൽ വലിയൊരു ആക്രമണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ വർഷം വേനൽ ആരംഭിച്ചതിനു ശേഷം 100ഓളം പാമ്പുകളെ ഷുക്കൂർ പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. കുഴിത്തുളു കുഴിക്കണ്ടം ശിവപുരം ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ 4ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ശിവരാത്രി മഹോത്സവവും വിപുലമായി ആഘോഷിച്ചു. ബ്രഹ്മശ്രീ സാലു തന്ത്രികൾ മുഖ്യ കാർമ്മികനായിരുന്നു. കുഴിത്തുളു 3742 നമ്പർ SNDP യോഗത്തിന് കീഴിലുള്ള ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ 8ാമത് പ്രതിഷ്ഠാ വാർഷികവും സപ്താഹയജ്ഞവുമാണ് വിപുലമായ ചടങ്ങുകളോടെ നടന്നത്. വിവിധങ്ങളായ വൈദിക വൈജ്ഞാനിക പരിപാടികളോടുകൂടിയാണ് ക്ഷേത്രം തന്ത്രി ശാലു തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻകുട്ടി ശാന്തികളുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൻ്റെ 8ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവവും സപ്താഹയജ്ഞവും ആണ് നടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട നമ്മുടെ മലനാട് SNDP യൂണിയൻ സെക്രട്ടറി ശ്രീ വിനോദത്തുമൻ അവരുടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തുടങ്ങുകയും ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ സാലു തന്ത്രികൾ അവരുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുകയുമാണ്. 7 ദിവസങ്ങളായി നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ബ്രഹ്മശ്രീ ഭാഗവരത്നം ആചാര്യ TK രാജു നേതൃത്വം നൽകി. മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മലനാട് SNDP യൂണിയൻ സെക്രട്ടറി വിനോദത്തുമൻ ഭദ്രദീപം തെളിയിച്ചു. രാവിലെ 6 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 7 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 10 മണിക്ക് കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും നടന്നു. വൈകിട്ട് പോത്തങ്കണ്ടം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ബ്രാഞ്ച് നിരപ്പൽ ഭജനമഠമുണ്ട്. ഭജനമഠത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്ര വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മഹാപ്രസാദ കൂട്ടുണ്ട്. അതിനുശേഷം ഗാനമേളയാണ് ഇന്നത്തെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. അതിനുശേഷം പ്രതിഷ്ഠാ വാർഷികം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ചയാണ്. അന്ന് രേവതി തിരുനാളാണ്. രേവതി തിരുനാളിന് മുഖ്യ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഈ പ്രാവശ്യം 2 ഉത്സവമുണ്ട്. വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം നിരപ്പേൽക്കട ശ്രീനാരായണ ഭജന മന്ദിരത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്രയും നടന്നു. പുഷ്പാഭിഷേകത്തിന് ശേഷം കട്ടപ്പന ഹൈറേഞ്ച് വോയിസ് അവതരിപ്പിച്ച കരൂക്കെ ഗാനമേളയും അരങ്ങേറി. ക്ഷേത്രം രക്ഷാധികാരി സജി S ശശീന്ദ്രവിലാസം, പ്രസിഡന്റ് ഓമനക്കുട്ടൻ MK, സെക്രട്ടറി ഷൈനു തങ്കച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള മഹാഘോഷയാത്ര നടന്നു. വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എത്തിയത്. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കാവടി, അമ്മൻകുടം, നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ നിന്നും ആരംഭിച്ച് വാലാടി, കക്കിക്കവല എന്നിവിടങ്ങളിലൂടെ ചുരക്കുളം കവലയിലെത്തി. തുടർന്ന് ചുരക്കുളം എസ്റ്റേറ്റിൽ നിന്നുമുള്ള ഘോഷയാത്രയായി സംഗമിച്ച് മഹാഘോഷയാത്രയായി വണ്ടിപ്പെരിയാർ ടൗണിലൂടെ ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ P നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കാവടി അഭിഷേകം, പാൽക്കുടം അഭിഷേകം, അമ്മൻകുടം അഭിഷേകം എന്നിവയും വിശേഷാൽ ശിവപൂജയും ശ്രീ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ പൂമൂടൽ പൂജയും നടന്നു. ഇതോടൊപ്പം അന്നദാനവും ഒരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ആശുപത്രിയിൽ OP പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ.
മുൻപ് കിടത്തി ചികിത്സ പോലും ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ OP പോലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. 4 ഡോക്ടർമാർ വരെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് മാസങ്ങളായി ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമാണ് സ്ഥിരമായി ഉള്ളത്. മെഡിക്കൽ ഓഫീസർ വിവിധ ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ OP മുടങ്ങിയ സാഹചര്യവുമുണ്ട്. ഗ്രാമീണ മേഖലയായ മുല്ലക്കാണത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയടക്കം ആശ്രയിച്ച ആളുകൾ എത്തുമ്പോൾ മാത്രമാണ് ഡോക്ടർ ഇല്ലെന്ന വിവരം അറിയുന്നത്. ഡോക്ടർമാരുടെ കുറവ് മൂലം OPയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞതായി പൊതുപ്രവർത്തകർ പറയുന്നു. നമുക്കറിയാം മുല്ലക്കാനം ഈ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങളുണ്ട്. കാരണം 5-6 ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ആവശ്യത്തിന് കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കൂടി പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിൽ ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അതിലും ഉപരി ഇതിൻ്റെ ഒരു ശോചനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് മരുന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെല്ലാം ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം നമുക്കറിയാം ഇവിടെ 5 വർഷം മന്ത്രിയായും 4 വർഷം MLAയുമായി ഇരുന്ന MM മണി ഈ ആശുപത്രിയുടെ മൂക്കിൻ്റെ താഴെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ പാവങ്ങളുടെ പടത്തലവൻ എന്ന് അവകാശപ്പെടുകയും പാവങ്ങളുടെ പടത്തലവൻ പാർട്ടിയായി അധികാരത്തിൽ വരികയും ചെയ്ത ഈ LDF സർക്കാർ ഈ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് സൂചിപ്പിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് താൽക്കാലികമായി നിർത്തലാക്കിയ കിടത്തി ചികിത്സ ഇതുവരെയും പുനഃസ്ഥാപിക്കാത്തത്. വെള്ളത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ആശുപത്രി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെങ്കിലും ലക്ഷങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും പുതുതായി നടക്കുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 195, വിൽപ്പനയ്ക്ക് വന്നത് 54,220, വിൽപ്പന നടന്നത് 52,647, കൂടിയ വില 2,962, ശരാശരി വില 2,654. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,650, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 470, ഗ്രാമ്പു 880, കൊക്കോ 180, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 850 രൂപ, വെള്ളി 106. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി 4 പുതിയ സൈറ്റ് സീയിങ് സർവീസുകൾ ആരംഭിച്ച KSRTC. സർവീസ് ആരംഭിച്ചിട്ടുള്ളത് മൂന്നാർ ഡിപ്പോയിൽ നിന്ന്. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു. തൊടുപുഴയിൽ പട്ടാപ്പകൽ നടറോഡിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പോലീസ് പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് തൊടുപുഴയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശി നസീബ്. പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി നസീബ് എത്തിയ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസ് കുറ്റക്കാർക്ക് സംരക്ഷണ കവചമൊരുക്കുകയാണെന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ CPM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകാത്തത്. മുൻ ഏരിയ സെക്രട്ടറി VR സജിയെ കേസിൽ പ്രതി ചേർക്കണമെന്നും ജെബി മേത്തർ. രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ആശുപത്രിയിൽ OP പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ. നിലവിൽ ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുമില്ലാത്ത അവസ്ഥ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.